സ്കൂൾ മാർഗനിർദ്ദേശപ്രകാരമല്ലാതെ മുടിവെട്ടിയതിന് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ കയറ്റാതിരുന്ന സംഭവത്തിൽ പത്തനംതിട്ട അടൂർ ഹോളി ഏഞ്ചൽ സ്കൂളിലേക്ക് AISF പ്രവർത്തകരുടെ പ്രതിഷേധം. സ്കൂൾ ഗേറ്റ് തുറന്ന് അകത്ത് കയറിയ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് പുറത്താക്കി. നേതാക്കന്മാർക്ക് മാത്രം സ്കൂൾ പ്രിൻസിപ്പലിനെ കാണാൻ പോലീസ് അനുവാദം നൽകി. പ്രിൻസിപ്പലിനെ കണ്ട ശേഷം AISF നേതൃത്വം നിലപാട് വ്യക്തമാക്കി. മുടിവെട്ടിയത് ശരിയായില്ല എന്ന് പറഞ്ഞ് വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ കയറാൻ അനുവദിക്കാതിരുന്ന അധ്യാപകർക്കെതിരെ നടപടിയെടുക്കണം. സംസാരിച്ച വിഷയങ്ങളിൽ ഒന്ന് ഈ ഒരു മുടിവെട്ടി എന്ന ധാരണയിൽ ഒരു വിദ്യാർത്ഥിയെ പുറത്തു നിർത്തുക എന്നുള്ളത് ഒരു ചട്ടത്തിനകത്തും പറയുന്നുമില്ല, ഒരിടത്തും അങ്ങനെ നോക്കേണ്ട കാര്യമല്ല. അപ്പോൾ ആ വിവരം കൃത്യമായിട്ട് അവിടുത്തെ ബോധിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത് വന്ന വിഷയം അതിനേക്കാൾ ഗുരുതരമാണ്. ഒരു മുടിവെട്ടി ഒരു സൈഡ് കുറച്ച് കട്ട് ചെയ്തു എന്നുള്ള ഒരു വിഷയത്തിൻ്റെ പേരിൽ ഒരു 2 മണിക്കൂർ വിദ്യാർത്ഥിയെ വെളിയിൽ നിർത്തുക എന്നൊരു പ്രശ്നമാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അപ്പോൾ അതിനായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ കൃത്യമായിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇനി അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അരമണിക്കൂറത്തെ ചർച്ച അവിടുത്തെ പ്രിൻസിപ്പളുമായിട്ട് നമുക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഇന്നത്തെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ളത്. ഈ 2 വിഷയം എടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ സാറിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം തന്നെ എക്സ്പ്ലനേഷൻ എഴുതി മേടിച്ചിട്ടുണ്ട്. ആ എക്സ്പ്ലനേഷൻ മേടിച്ച് പ്രിൻസിപ്പൾ അവരുടെ കൈ വെച്ചിട്ടുമുണ്ട്. സ്പീക്ക് ഇംഗ്ലീഷ് ഓൺലി എന്ന ബോർഡ് സ്കൂളിൽ വെക്കാൻ പാടില്ല. ഇവിടെ പലയിടത്തും നിങ്ങൾ നോക്കിയറിയാം, സ്പീക്ക് ഇംഗ്ലീഷ് ഓൺലി. മാതൃഭാഷയാണ് മലയാളത്തിന്റെ ഭാഷ, മാതൃഭാഷയാണ്. അപ്പം മാതൃഭാഷ വേണ്ട, ഇംഗ്ലീഷ് മാത്രം മതി. അതൊരു അരാജകത്വം, അത് നമുക്ക് പറ്റത്തില്ല. ആ നിലപാടിനോട് നമ്മൾ യോജിക്കാൻ പറ്റത്തില്ല. അത് അച്ഛനോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ബോർഡുകൾ സ്പീക്ക് ഇംഗ്ലീഷ് ഓൺലി എന്നുള്ള ബോർഡുകൾ പലയിടത്തും ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കണം. അപ്പോൾ അങ്ങനെയൊന്നും ഇവിടെ പറ്റത്തില്ല. കുട്ടികളെ പഠിപ്പിക്കാം, പറയാം, അവരോട് സംസാരിക്കാൻ. അടിച്ചമർത്തുന്ന നയങ്ങളൊന്നും ഇവിടെ പറ്റത്തില്ല. കാരണം വിദ്യാർത്ഥികളാണ്, അവർക്ക് മാനസികമായിട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടും അങ്ങനെ അടിച്ചമർത്തും. അപ്പോൾ അടിച്ചമർത്തൽ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ വെളിയിലിറങ്ങി നിർത്തുക, അത് അതിനോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല. അവരോട് കൃത്യമായിട്ട് പറഞ്ഞു, അവരുടെ മാതാപിതാക്കൾ വന്നു സംസാരിച്ചു, ഈ വിഷയം കഴിഞ്ഞ് എന്നിട്ടും ആ കുട്ടിയെ വെളിയിലെടുക്കുന്ന ഒരു പ്രവണത സ്വാഭാവികമായിട്ട് മാനേജ്മെന്റ് ചെയ്ത് അത് ശരിയല്ല. വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ കയറാൻ അനുവദിക്കാതിരുന്ന അധ്യാപകർക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കും എന്ന മുന്നറിയിപ്പ് നൽകിയാണ് AISF പ്രവർത്തകർ മടങ്ങിയത്. ഡിസ്ട്രിക്ട് കമ്മിറ്റിയിലുള്ള 5 പേർക്ക് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. എന്താ ചോദിക്കും? റിപ്പോർട്ടർ, പത്തനംതിട്ട.